എല്ലാ മുന്നണികളും വികസനത്തെപ്പറ്റി ആണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനം പോലെ വികസിച്ചില്ല എന്നുള്ള കാര്യത്തിൽ മറ്റ് മുന്നണികൾ ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇവിടെ ഒരു നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഹൈവേകൾ ഉണ്ടാകുന്നതിന് വേണ്ടി, അതിന്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ ആരാണ് കേരളത്തിൽ വികസനം നടത്തുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. ഒരു പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷമാണ് ക്രെഡിറ്റിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ പടപുരുത്തേണ്ടത്. 30 വർഷ കാലഘട്ടം ഞാൻ എണ്ണി പറയാം. ഇവിടുത്തെ നേതാക്കന്മാര് കെ കരുണാകരൻ, ഇ കെ നായനാര്, ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ, ഇവരെല്ലാം ശ്രമിച്ചതല്ലേ? എന്തുകൊണ്ട് അതിന് അനുമതി കിട്ടിയില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി വരുന്നിടം വരെ അനുമതി കിട്ടിയില്ല? നരേന്ദ്രമോദി വന്ന ഉടനെ അനുമതി കിട്ടി. അത് നരേന്ദ്രമോദിയുടെ സംഭാവനയാണല്ലേ? ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ നമ്മുടെ നിർമ്മാണം പൂർത്തിയാകട്ടെ. അപ്പൊ നമുക്ക് അതിന്റെ ക്രെഡിറ്റിനെ പറ്റി നമുക്ക് മത്സരിക്കാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ.